ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാൻ പോകുന്ന മത്സരാർത്ഥികൾ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കൺഫേംഡ് ലിസ്റ്റും പ്രഡിക്ഷൻ ലിസ്റ്റും ഒക്കെ നമ്മൾ കുറെ ഇട്ടു. ഇനി നമുക്ക് അതിനെയൊക്കെ എടുത്ത് മാറ്റിക്കളയാം. ശരിയാണ്, ഇത് കൺഫേംഡ് ലിസ്റ്റ് അല്ല. ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാൻ പോകുന്ന ചെന്നൈയിൽ എത്തി ഹോട്ടൽ റൂമിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പേരാണ് മക്കളെ. ഞാൻ പറയട്ടെ, ഭയങ്കര ട്വിസ്റ്റ് ഒരുക്കി വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. ഒരാളെ പോലും അനങ്ങാനും തിരിയാനും സമ്മതിക്കാതെ ബിഗ് ബോസ് ഭയങ്കര സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ആ സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതും പറഞ്ഞു തരാം. നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്ന ഗ്രാൻഡ് ലോഞ്ച് ഷൂട്ടിങ്ങിൽ പോലും വ്യത്യസ്തത നിറഞ്ഞ കുറെ ട്വിസ്റ്റുകൾ, ഇതുവരെ നമ്മൾ മലയാളം ബിഗ് ബോസിൽ കാണാത്ത പല സാധനങ്ങളും നാളെ മറ്റന്നാളും കൂടെ അവർ ഷൂട്ട് ചെയ്യും. സൂപ്പർ ആയിരിക്കും. കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നത് ചെന്നൈയിൽ എത്തി ഹോട്ടൽ റൂമിനകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പേരാണ്. ഹോട്ടൽ റൂമിൽ അവർ മാത്രമല്ല, അവരുടെ ഫാമിലി മെമ്പർ, ഒരു ഫാമിലി മെമ്പറോ ഒരു ഫ്രണ്ടോ അവരുടെ കൂടെ ഉണ്ട്. വാതിലുകൾ തുറക്കാൻ പോലും സമ്മതിക്കാതെ ബിഗ് ബോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഫുഡ് കൊണ്ട് കൊടുക്കുമ്പം ഫാമിലി മെമ്പറാണ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവരെ അനങ്ങാനോ തീയാനോ പിരിയാനോ ഒന്നും സമ്മതിക്കുന്നില്ല. സ്റ്റേജിൽ വെച്ചിട്ടുള്ള ആക്ടിവിറ്റികൾ, കണ്ടസ്റ്റന്റിന്റെ ഈ പറയുന്ന ഫാമിലി മെമ്പർ ഒരാളുണ്ടല്ലോ, ഒരു ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ട്വിസ്റ്റും നാളെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ കണ്ടസ്റ്റൻസിന്റെ പേരുകൾ പറയുവാണ്. ഇവർ ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ കയറാൻ റെഡി ആയിരിക്കുവാണ്. കാരണം ഹോട്ടൽ റൂമിൽ ഇരിക്കുവാണ് ഇവര്. നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകൾ തന്നെയാണ്. പുതിയ പേരുകളൊന്നും നിലവിൽ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഒന്നാമത്തത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നസ്രിൻ ആൻഡ് ഫാത്തിമ നൂറിൻ. ഞാൻ ഒന്നുകൂടി ഫോട്ടോകളെല്ലാം എല്ലാവരുടെയും കാണിക്കുകയാണ്. കാരണം ഫൈനൽ ആയിട്ടുണ്ട്. ഇനി പരിപാടികളൊന്നും ഇല്ല, എല്ലാം തീർന്നു. എല്ലാവരും ഹോട്ടൽ റൂമിൽ എത്തിയല്ലോ. അടുത്ത് രണ്ടാമത്തെ ആള് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ. അറിയാലോ, നെവിൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളോട് പലതവണ. ഇത് നമ്മൾ പറഞ്ഞ പേരാണ്. അടുത്ത മൂന്നാമത്തത് മ്യൂസീഷ്യനും സിംഗറും ആയിട്ടുള്ള നമ്മുടെ അക്ബർ ഖാൻ. അക്ബർ ഖാൻ. ഓക്കെ. അടുത്ത നാലാമത്തത് നമ്മുടെ ഫുഡ് വ്ളോഗറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ഒനിയൽ സാബു. അറിയാലോ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. അഞ്ചാമത്തത് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള ആര്യൻ ഖദോരിയ. ആര്യൻ ഖദോരിയ. അടുത്ത് ആറാമത്തത് നമ്മുടെ അഡ്വക്കേറ്റും ആർട്ടിസ്റ്റും അതുപോലെ തന്നെ സൂപ്പർ അമ്മയും മകളും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ 5ാം സ്ഥാനം കിട്ടിയപ്പോഴത്തേക്കും വേണ്ട, നമുക്ക് 1ാം സ്ഥാനം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത്ര ബോൾഡായിട്ട് നിന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ഒരു അടി പൊട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ശൈത്യ സന്തോഷ്. ഇതാണ് ശൈത്യ സന്തോഷ്. അടുത്ത് ഏഴാമത്തെ പേര് The controversy, the lady superstar, the one and only actress രേണു സുധി. അതെ, രേണു സുധിയും ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റിന് വേണ്ടി അവർ രേണു സുധിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ കയറ്റി എങ്ങനെ ഇരിക്കും? എല്ലാവരും രേണു സുധിയെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. എല്ലാവർക്കും അറിയാം രേണു സുധി കാണുമെന്ന്. പക്ഷേ വീട്ടിൽ കയറുമ്പോൾ രേണു സുധിയെ മാത്രം വീട്ടിൽ കയറ്റാതെ മാറ്റി ഇരുത്തിയിട്ട് വീട്ടുകാരുടെ പ്ലാൻ മൊത്തം തെറ്റി. എല്ലാവരും രേണു സുധി നെഗറ്റീവ് ആയതുകൊണ്ട് രേണു സുധിയുടെ മണ്ടേ കയറാൻ വേണ്ടി തയ്യാറായിരിക്കുമായിരിക്കും. രേണു സുധിയെ മാത്രം മാറ്റി നിർത്തിയിട്ട് തൊട്ടടുത്ത ദിവസം കയറ്റി എങ്ങനെ ഇരിക്കും? ട്വിസ്റ്റ് സംഭവിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. അടുത്ത് എട്ടാമത്തെ ആൾ ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ അനുമോൾ. ഓക്കെ. അടുത്ത് ഒൻപതാമത്തെ ആൾ ആക്ടർ ആയിട്ടുള്ള നമ്മുടെ അപ്പാനി ശരത്. ഓക്കെ. അടുത്ത് പത്താമത്തത് നമ്മുടെ ഹോട്ട് സീറ്റിൽ വിറപ്പിക്കുന്ന താരമായ ഇന്റർവ്യൂവർ ഷാരിക. ഓക്കെ. 11ാമത്തത് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇപ്പൊ കഴിഞ്ഞു പോയ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയലിലെ പ്രൊട്ടാഗണിസ്റ്റ് ആയിരുന്ന ബിന്നി സെബാസ്റ്റ്യൻ. ഓക്കെ. അടുത്ത് 12ാമത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിശ്രീ. അഭിശ്രീ. അടുത്ത് 13ാമത്തത് ആക്ടർ ആയിട്ടുള്ള നമ്മുടെ ഷാനവാസ് ഷാനു. ഓക്കെ. അടുത്ത് 14ാമത്തത് കൊമേഡിയൻ ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള നമ്മുടെ ദീപക് മോഹൻ. 15ാമത്തത് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള മുൻഷി രഞ്ജിത്ത്. മുൻഷി രഞ്ജിത്ത്. ഈ 15 പേര് നിലവിൽ ചെന്നൈയിലുണ്ട്.
എല്ലാ ഹോട്ടൽ റൂം, പല പല ഹോട്ടൽ റൂമുകളിലായിട്ട് ഇവരെല്ലാവരും ഇരിക്കുകയാണ് ചെന്നൈയിൽ. ഈ 15 പേരും ഉണ്ട്. ഇനി 16ാമത്തെ ആൾ ഒരു കോമണർ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു കോമണർ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു കോമണർ ആയിരിക്കും. ഇനി 17ഉം 18ഉം രണ്ട് പേരുകൾ. ഈ 2 പേരുകളിൽ ഒരു പേര് നമ്മൾ കൺഫേംഡ് ആണെന്ന് പറഞ്ഞ RJ ബിൻസി ആയിരിക്കാം. ഞാൻ ചെന്നൈയിലെത്തിയ കാര്യം അറിഞ്ഞിട്ടില്ല, ഈ പറയുന്ന വ്യക്തിയുടെ പേര് അറിഞ്ഞിട്ടില്ല. RJ ബിൻസി എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് അവസാനം പറയുന്നത്. പക്ഷേ എത്തിയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് പക്ഷേ എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 16 1 17 പേരാണ്. ഇനി ഒരാൾ നമുക്ക് നോക്കാം, ഞെട്ടിച്ചുകൊണ്ട് ആരെങ്കിലും കയറി വരുമോ എന്നുള്ളത്. ഏതെങ്കിലും സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രിയ താരങ്ങളോ ഒക്കെ വരുമോ. നമ്മുടെ ലിസ്റ്റിൽ നിന്നും നിലവിലെ ജിഷിൻ മോഹനാണ് പുറത്തു പോയിരിക്കുന്നത്. ഒരറിവുമില്ല ജിഷിൻ മോഹന്റെ കേസിൽ, കൺഫേംഡ് ആയ ജിഷിൻ മോഹന്റെ കേസിൽ എനിക്ക് ഒരു അറിവുമില്ല. ഇനി വൈൽഡ് കാർഡിലോട്ടെങ്ങാനും തള്ളപ്പെട്ടോ എന്നറിയില്ല. അപ്പൊ ഇത്രയും പേരുകളാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ വേണ്ടി നിലവിൽ ബിഗ് ബോസ് വീടിന്റെ അടുത്തുള്ള ഹോട്ടലുകളിലായിട്ട് ടീം കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. ഇനി നാളെ ഇവരുടെ പെർഫോമൻസ് ഷൂട്ടാണ്. അവിടെ പെർഫോമൻസ് സ്റ്റേജിൽ അവിടെ റെനീഷ ഉണ്ട്, നമ്മുടെ സീസൺ 5 റെനീഷ റഹ്മാനുണ്ട്. റെനീഷയും ഈ പറയുന്ന സ്റ്റേജുമായിട്ട് എന്തൊക്കെയോ ഇൻട്രാക്ഷനോ കാര്യങ്ങളോ പഴയ സീസണിലെ കണ്ടസ്റ്റൻസ് ആണെന്നാണ് തോന്നുന്നത്. ഈ പഴയ സീസണിലെ കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന ഫാമിലി മെമ്പറും പുതിയ കണ്ടസ്റ്റന്റുമായിട്ടുള്ള എന്തോ സംഭവത്തിൽ ഇങ്ങനെ ഇന്ററാക്ട് ഒക്കെ ചെയ്യാൻ സമ്മതിക്കുന്നത്, ടാസ്ക് ഒക്കെ കൊടുക്കും. അപ്പം ഇതെല്ലാം സ്റ്റേജ് വെച്ച് പെർഫോം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന റനീഷയും വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണെന്നാണ് അറിയാൻ പറ്റിയത്. അനങ്ങാനും തിരിയാനും സമ്മതിക്കാതെ ഹോട്ടൽ റൂമിലിട്ട് എല്ലാവരെയും പല പല റൂമുകളിലായിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയാനകരമായ സ്ട്രിക്റ്റിലാണിപ്പോൾ. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഡോർ തുറക്കാൻ പറ്റത്തുള്ളൂ. നാളെ പെർഫോമൻസ് ഷൂട്ട് കഴിഞ്ഞ് നേരെ അവർ ഇതുപോലെ ഹോട്ടലിൽ വരും. മറ്റന്നാൾ വീണ്ടും ലാലേട്ടന്റെ കൈപിടിച്ച് അവർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് കയറും മക്കളെ. അങ്ങനെയാണ് അപ്പൊ കഥ. അപ്പൊ അതെ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് ആ സാധനം നിങ്ങളുടെ മുന്നിലേക്കായിട്ട്. അപ്പൊ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കൺഫേംഡ് ലിസ്റ്റ് 100 എണ്ണം ഇട്ടു എന്ന് പറഞ്ഞ് കളിയാക്കിയവരും പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ട് 100 എണ്ണം ഇട്ടെന്ന് പറഞ്ഞ് കളിയാക്കിയ ഒത്തിരി കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഒരു പരിഭവവും ഇല്ല. പക്ഷേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഓരോ തവണ ഇടുമ്പോഴും വെവ്വേറെ കൺഫേംഡ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് വരുത്തിയ കുറേ കമന്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ എൻ്റെ ഏത് കൺഫേംഡ് ലിസ്റ്റ് എടുത്തു നോക്കിയാലും അറിയാൻ പറ്റും 1 2 പേരുകൾ അതിൽ നിന്ന് മാറിയിട്ട് പുതിയത് വരുന്നതോ അങ്ങനെ ആയിരിക്കും. അല്ലാതെ അതിൽ നിന്ന് മാറിയിട്ടില്ല മക്കളെ. യു ക്യാൻ ചെക്ക് എല്ലാ വീഡിയോസും. ഓക്കെ, അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഒരു എക്സ്ക്ലൂസീവ് സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരു എക്സ്ക്ലൂസീവ് സാധനം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഭംഭോ ഒരു ധമാക്ക വന്നാലോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ആർ യു എക്സൈറ്റഡ് ഫോർ ദ ഗ്രാൻഡ് ലോഞ്ച്? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.